ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. ഇന്ന് നമ്മളിവിടെ ഈ ബ്ലൗസ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തതെന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ആ ബ്ലൗസിൻ്റെ സ്ലീവിലെ ഡിസൈന് ഇതുപോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഇപ്പോൾ ഡിസൈൻ ചെയ്യാനുള്ള ബ്ലൗസ്. അപ്പോൾ ഇതെനിക്കൊരു സ്റ്റിച്ചിങ് സെൻറ്ററിൽ നിന്ന് തന്നിട്ടുള്ളതാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യാതെ തനിയെ തന്നിരിക്കുന്നത്, നമുക്കത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ നെക്കൊക്കെ നമുക്ക് ഹെമ്മിങ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാം വർക്ക് ചെയ്തതിന് ശേഷമാണ് അവർ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ട പണി എനിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ നമ്മുടെ സ്ലീവ് ഇതുപോലെ ഒരു ഫ്രെയിമിലിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഈ പഞ്ചസാര മുത്ത് കൊണ്ടാണ് ആദ്യം ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഗോൾഡൻ കളറിലുള്ള ഷുഗർ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഏത് കളറ് തുണിയാണോ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അതേ കളറ് ത്രെഡും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആ ബീഡ്സൊക്കെ കൊള്ളുന്ന ഇങ്ങനെ കയറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ നീഡിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ ചാനലിൽ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അവർക്കൊക്കെ അറിയാം ഞാൻ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു മൂന്ന് ഷുഗർ ബീഡ്സ് എടുത്തിട്ടാണ് ഞാൻ ഈ ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് മുന്നത്തെയൊക്കെ വീഡിയോ കണ്ടു നോക്കിയാൽ ഞാൻ എങ്ങനെയാണ് ഈ സ്റ്റിച്ച് വെച്ച് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൂന്നെണ്ണം വെച്ചിട്ട് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നീറ്റായി ചെയ്യാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ ഫുള്ളും ഈ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ആ ഒരു ലൈന് മൊത്തം നമുക്ക് കംപ്ലീറ്റ് ആക്കി ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോയ്ക്ക് ലെങ്ത് ആക്കുന്നില്ല. ഈ ഒരൊറ്റ സ്റ്റിച്ച് ഉപയോഗിച്ച് മാത്രമാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി എൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പം ഞാനിവിടെ ഇത് മൊത്തം ഒന്ന് തുന്നിയെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ആ ഒരു ലൈന് മൊത്തത്തിൽ ഞാനൊന്ന് തുന്നിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാനിത് ഒന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിങ്ങനെ കാണിച്ചു തരുന്നത്. പിന്നെ ഞാനിവിടെ അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട് ഗോൾഡൻ ബീഡ് എടുക്കുന്നുണ്ട്. കുറച്ച് വലിയ സൈസിലുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ ഒരു തൊട്ട് താഴെയുള്ള സൈസിലുള്ളതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ സൂചി നമ്മളിപ്പോൾ ചെയ്ത ലൈനിൻ്റെ തൊട്ട് മുകളിലോട്ട് ഒന്ന് കുത്തിയെടുത്തു. എന്നിട്ട് ഒരു ചെറിയ ഗോൾഡൻ ബീഡും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് വലിയ ഗോൾഡൻ ബീഡും എടുത്തിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ എങ്ങനെയാണോ ഷുഗർ ബീഡ് വെച്ച് ചെയ്തത് അതുപോലെ തന്നെ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ച് നമ്മൾ ഈ ഗോൾഡൻ ബീഡ്സും വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് ഈ ഒരൊറ്റ ലൈന് മൊത്തത്തിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോ ഐഡിയാസ് വരും. അപ്പോൾ ആ ഐഡിയയ്ക്ക് അനുസരിച്ച് നമ്മൾ നമ്മുടെ ബ്ലൗസൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അല്ലാതെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇത് ഞാൻ പറയുന്നത് വെറും ഒരു ഐഡിയ മാത്രമാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ആ വലിയ ഗോൾഡൻ ബീഡും അതുപോലെ തന്നെ മീഡിയം സൈസിലുള്ള ഗോൾഡൻ ബീഡും വെച്ചിട്ട് ആ ഒരൊറ്റ ലൈന് മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കി. അതിൻ്റെ തൊട്ട് താഴെ ഷുഗർ ബീഡ് കൊണ്ട് ഞാൻ ഒന്നുകൂടി ഒരു ലൈന് കൂടി ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ നേരത്തെ വെച്ച വലിയ ഗോൾഡൻ ബീഡും അതിൻ്റെ തൊട്ട് താഴെയുള്ള സൈസിലുള്ള ഗോൾഡൻ ബീഡും എടുത്തില്ലേ, ആ ചെറിയ സൈസിലുള്ള ഗോൾഡൻ ബീഡും അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പം നമ്മൾ എടുക്കുന്ന ആ ചെറിയ സൈസിലുള്ള ഗോൾഡൻ ബീഡിൻ്റെ വീണ്ടും തൊട്ട് താഴെയുള്ള ഒരു ചെറിയ സൈസിലുള്ള ഗോൾഡൻ ബീഡും വെച്ചിട്ട് നമുക്ക് അടുത്ത ഒരു ലൈന് മൊത്തത്തിൽ ചെയ്തെടുക്കാം. ഇതുപോലെ കണ്ടില്ലേ? ഇങ്ങനെ നമുക്ക് മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ മറ്റേ ഗോൾഡൻ ബീഡ് വെച്ചിട്ടും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് കൂടുതൽ ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടും അതുപോലെ ഞാൻ ഒരൊറ്റ സ്റ്റിച്ച് വെച്ച് ചെയ്യുന്നതും കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് വീഡിയോ ആക്കി പോകുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്തിട്ട് പറയാം. പിന്നെ ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് ഗോൾഡൻ കളറിലുള്ള റെയിൻബോ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അത് ഞാനൊന്ന് ചെരിച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ 3 കട്ട് ബീഡ്സ് ഒന്ന് നമ്മളിപ്പോൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് ഒന്ന് ചെരിച്ചിട്ട് വേണം നമ്മളിതിനെ അപ്പുറത്തോട്ട് കുത്തി കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റാർട്ടിങ് നല്ല നീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടി
ഇപ്പുറത്തോട്ട് ഒന്നുകൂടി ഒരു 3 കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ ആ കോണൊന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ട് ഇനി 2 കട്ട് ബീഡ്സാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ 2 എണ്ണം വെച്ചിട്ട് നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് നല്ല നീറ്റാക്കി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമ്മൾ ഇതുപോലെ 3 കട്ട് ബീഡ്സ് വെച്ചിട്ട് ഫുള്ള് ലൈന് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഇതുപോലെ വീണ്ടും ആ ഓരോ 3 കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുക, ഒന്ന് ചെരിച്ചു കൊടുക്കുക, എന്നിട്ട് കുത്തിയിറക്കുക. അങ്ങനെ നമുക്ക് ഈ ലൈൻസ് മൊത്തത്തിൽ ഒന്ന് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ആ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഫുള്ള് ലൈനും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ചെയ്തതുപോലെ തന്നെ നമ്മൾ എൻഡ് പോയിന്റിലും ചെയ്യുക. അതായത് കണ്ടില്ലേ, ഇപ്പം നമുക്ക് അവിടെ ലാസ്റ്റ് വന്നപ്പോൾ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കട്ട് ബീഡ്സ് എടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് കൊത്തി കൊടുക്കുക. ഇപ്പം നമുക്ക് കണ്ടില്ലേ, ആ ഗ്യാപ്പും ഫില്ലായി. ഇപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു ചതുരത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ ഈ ഒരു നമ്മളിപ്പോൾ തൊട്ട് താഴെ ചെയ്തിട്ടില്ലേ, ചെറിയ സൈസിലുള്ള ഗോൾഡൻ ബീഡും അതിൻ്റെ ചെറിയ സൈസിലുള്ള ഗോൾഡൻ ബീഡും വെച്ചിട്ട് ഒരു ലൈന്, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് അപ്പുറത്തും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിലത്തെ ആ ലീഫിൻ്റെ പോർഷൻ ഒന്ന് ഒഴിവാക്കിയിട്ട് ബാക്കി നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ലീഫിൻ്റെ പോർഷനിൽ ഞാൻ ഇതുപോലെ കുറച്ച് കുന്തൻ സ്റ്റോൺസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ഇടവിട്ടിട്ട് വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ എല്ലാ ലീഫിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ഓരോന്നും ഇടവിട്ടിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണങ്ങണ്ടേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് ഞാൻ ഒട്ടിച്ചെടുക്കാനായിട്ട് ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ നിങ്ങൾക്ക് അത് വെച്ചിട്ടും ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മറ്റേ B7000 പറഞ്ഞിട്ടുള്ള ഗ്ലൂ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ B7000 പറഞ്ഞിട്ടുള്ള ആ ഗ്ലൂ വെച്ചിട്ടാണ് ഈ കുന്തൻ സ്റ്റോണൊക്കെ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. ഇതുപോലെ ഓരോന്നും ഇടവിട്ടിട്ട് പശയൊക്കെ അവിടെ ഇവിടെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അപ്പോൾ തന്നെ ഒന്ന് അത് തുടച്ചു കൊടുക്കണേ. അല്ലെങ്കിൽ അത് കുറേ കഴിഞ്ഞ് ഒട്ടിപ്പശ അറിയില്ല കേട്ടോ. പക്ഷേ എൻ്റെ ഈ നിബിന് എന്തോ ഒരു പ്രോബ്ലം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ സ്റ്റോൺസും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫാബ്രിക് ഗ്ലൂവിനെയും കാട്ടിയും കുറച്ചും കൂടി നല്ല ഒട്ടിയിരിക്കുന്നത് ഈ പശയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഇത് കറക്റ്റ് ഒരു ദിവസമെങ്കിലും നമ്മളിത് ഉണങ്ങാനായിട്ട് വെക്കണം. അപ്പോഴാണ് ഇത് നല്ലപോലെ ഒട്ടിയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കുന്തൻ സ്റ്റോൺ മൊത്തം ആ ലീഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിയിൽ ചെയ്ത അതേ ഡിസൈൻ തന്നെ ഇതിൻ്റെ താഴത്തോട്ടായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാനിവിടെ ഷുഗർ ബീഡ്സ് കൊണ്ട് ഇതുപോലെ ഫുള്ള് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഗോൾഡൻ ബീഡ് അതിൻ്റെ നടുവിൽ വെച്ചിട്ട് ചുറ്റും ഷുഗർ ബീഡ് കൊണ്ട് ഒരു പൂ പോലെ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കട്ട് ബീഡ്സൊക്കെ ഇങ്ങനെ ഒരു പൂവിൻ്റെ ഷേപ്പിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ആ ഒരു കമ്പ് പോലെ വന്നതിലൊക്കെ ഞാൻ ഓരോ ലീഫും ചെയ്തെടുത്തിട്ടുണ്ട്, 3 കട്ട് ബീഡ്സ് വെച്ചിട്ട്. പിന്നെ നമ്മുടെ ഈ കുന്തൻ സ്റ്റോണിൽ നമ്മൾ അതിൻ്റെ ചുറ്റും കട്ട് ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് വലിയ ഗോൾഡൻ ബീഡും അതിൻ്റെ ചെറിയ ഗോൾഡൻ ബീഡും വെച്ചിട്ട് ഒന്ന് വെറുതെ ഒന്ന് ഇതുപോലെ കൊത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇത് കണ്ടില്ലേ, കുറച്ച് ഗോൾഡൻ കളറുള്ള വലിയ സൈസിലുള്ള ഷുഗർ ബീഡ്സ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 സ്ലീവും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്കിൽ ഞാനിതാ ഈ ഒരു പോർഷൻ കണ്ടില്ലേ, കട്ട് ബീഡ്സും അതുപോലെ ഗോൾഡൻ ബീഡ്സും അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന രീതിയിൽ അത് ഞാൻ നെക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുന്തൻ സ്റ്റോണ് ലീഫ് പോലെ ചെയ്തിട്ടില്ലേ, അതും ഞാൻ ഇവിടെ ചെയ്ത് കൊടുത്തിട്ടാണ് നെക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് വീഡിയോ ബാക്കി ചെയ്യാൻ പറ്റാഞ്ഞത് രാത്രി ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഒരു ഭാഗം വിട്ടുപോയത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ നെക്കിലെ ഡിസൈന് ഫ്രണ്ടിലും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഡിസൈൻ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ എല്ലാവരും. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.